നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പഠനം നമ്മൾ തുടരുകയാണ്. നമ്മുടെ രണ്ടാമത്തെ അധ്യായം ഇസ്രായേലും ജാതികളും എന്ന അധ്യായത്തിൽ നിന്നുകൊണ്ട്, ആ ശീർഷകത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രാരംഭമായിട്ട് അബ്രഹാമിൻ്റെ വിളിയെക്കുറിച്ചും തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു. അതുപോലെ തന്നെ അബ്രഹാം മുതൽ ക്രിസ്തു വരെ ഉള്ള സംഭവങ്ങളും നമ്മൾ ചുരുക്കമായിട്ട് ഒന്ന് കാണുകയുണ്ടായി. അടുത്തതായിട്ട് ക്രിസ്തു മുതൽ വാഗ്ദത്ത നിവൃത്തി വരെയുള്ള ചില സംഭവങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. അബ്രഹാം മുതൽ ക്രിസ്തു വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ കണ്ടു. ഇനി ക്രിസ്തു മുതൽ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി വരെയുള്ള സംഭവങ്ങൾ നമുക്ക് ചുരുക്കമായിട്ട് ചില പ്രധാന വിഷയങ്ങൾ നമുക്ക് അവിടെ നിന്ന് പരിശോധിക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചിരുന്നു, അബ്രഹാമിനും അവൻ്റെ സന്തതിയായ ക്രിസ്തുവിനുമാണ് വാഗ്ദത്തങ്ങൾ ലഭിച്ചത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് നമ്മൾ അന്യരുമായിരുന്നു. എന്നാൽ കാൽവറി കുരിശ് അതിന് സമ്പൂർണ്ണമായൊരു മാറ്റം വരുത്തി, ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തി എന്ന് നമ്മൾ ചിന്തിച്ചു. ഇനി ക്രിസ്തു മുതൽ വാഗ്ദത്ത നിവൃത്തി വരെയുള്ള ചില സംഭവങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അബ്രഹാമിന് ലഭിച്ച വാഗ്ദത്തത്തെ നമ്മൾ ഒന്ന് പരിശോധിക്കാൻ ആവശ്യമായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കത്മോന്യർ, ഹിത്യർ, പെരിസ്യർ, രഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ദൈവം അബ്രഹാമിനോട് ചെയ്യുന്ന ഉടമ്പടിയാണ്, ദൈവം അബ്രഹാമിനോട് ചെയ്യുന്ന നിയമമാണ്. അന്ന് യഹോവ അബ്രഹാമിനോട് നിയമം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് 18-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്. നിന്റെ സന്തതിക്ക് മിസ്രയീം നദി തുടങ്ങി, അല്ലെങ്കിൽ നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള വിശാലമായ ഈ ഭൂപ്രദേശത്തെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിയായിരിക്കുന്ന ക്രിസ്തുവിന് കനാൻ ദേശം, നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള വിശാലമായ ആ ഭൂപ്രദേശം, ആ കനാൻ ദേശം ക്രിസ്തുവിന് ലഭിക്കും. ഈ അബ്രഹാമിൻ്റെ സന്തതി ക്രിസ്തുവാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതാണ്. ഈ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി എപ്പോഴാണ് ഈ കനാൻ ദേശം ക്രിസ്തുവിന് ലഭിക്കുന്നത്? വാഗ്ദത്തം ലഭിച്ച സന്തതിയായി ക്രിസ്തു. അപ്പോൾ ക്രിസ്തു മുതൽ വാഗ്ദത്ത നിവൃത്തി വരെയുള്ള സംഭവങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ഈ ദേശം, നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള വിശാലമായ ഭൂപ്രദേശം, 10 ജാതികളുടെ ആ പ്രദേശം, അത് എപ്പോഴാണ് ക്രിസ്തുവിന് അവകാശമായിട്ട് ലഭിക്കാനായിട്ട് പോകുന്നത്? ഈ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി എപ്പോഴാണ്? ഉത്തരം വളരെ വ്യക്തമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവെങ്കിൽ, തൻ്റെ പുനരാഗമനത്തിങ്കലാണ് ഈ ദേശം, കനാൻ ദേശം, അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതുപോലെ വാഗ്ദത്തം ലഭിച്ച സന്തതിയായ ക്രിസ്തു അത് അവകാശമാക്കുവാനായിട്ട് പോകുന്നത്. അത് നമ്മുടെ ഈ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വാഗ്ദത്തം മുതൽ വാഗ്ദത്തം ലഭിച്ച സന്തതി വരുന്നത് വരെ, അല്ലെങ്കിൽ അബ്രഹാം മുതൽ ക്രിസ്തു വരെയുള്ള ആ കാലഘട്ടം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അതിനിടയിൽ ഒരു ഇടവേള, ഒരു ഗ്യാപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, ഗലാത്യർ 3:19 ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതുമത്രേ. അബ്രഹാം മുതൽ വാഗ്ദത്തം ലഭിച്ച സന്തതി വരുന്നത് വരെയുള്ള ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് ചോദിക്കുകയാണ്, ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്ത്, ലോ വാസ് ആൻ അഡീഷൻ, അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മോശയുടെ കയ്യിൽ, മധ്യസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. അപ്പം ന്യായപ്രമാണം എന്തിനാണെന്ന് ചോദിച്ചിട്ട് പറയുകയാണ്, വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം. വാഗ്ദത്ത സന്തതി വരുവോളം എന്നല്ല, വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം, ക്രിസ്തു വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ വാഗ്ദത്തം ലഭിച്ച സന്തതി വരുന്നതിനും ഇടയിലുള്ള കാലമാണ് ന്യായപ്രമാണ കാലം. അബ്രഹാമിന്
നൽകിയ വാഗ്ദത്തം, ആ വാഗ്ദത്തം ലഭിച്ച സന്തതിയായിരിക്കുന്ന ക്രിസ്തുവിനും ഇടയിലുള്ള ഒരു കാലമാണ് ന്യായപ്രമാണ കാലം. അത് ഈ വാക്യത്തിൽ വളരെ വ്യക്തമാണ്. വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുകയാണ്. അപ്പോൾ വാഗ്ദത്തം ലഭിച്ച സന്തതി ക്രിസ്തു വരുന്നത് വരെ ലംഘനങ്ങൾ നിമിത്തം അല്ലെങ്കിൽ കർത്തൃത്വം നടത്തുവാനായിട്ട്, ലംഘന നിമിത്തം കൂട്ടിച്ചേർത്തത് കർത്തൃത്വം നടത്തുവാനായിട്ടാണ് ന്യായപ്രമാണം നൽകിയത്. അപ്പോൾ ഈ വാഗ്ദത്തം ലഭിച്ച സന്തതി വന്നു കഴിയുമ്പോൾ ന്യായപ്രമാണം വഴിമാറി കൊടുക്കണം. അതുകൊണ്ടാണ് റോമാലേഖനം 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം എന്ന് പൗലോസ് പറഞ്ഞു. ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം. അപ്പോൾ ഈ വാഗ്ദത്തം ലഭിച്ച സന്തതിയുടെ അടുക്കലേക്ക് നമ്മെ നയിച്ച, നമ്മെ നടത്തിയ ശിശുപാലകനാണ്, സ്കൂൾ മാസ്റ്ററാണ് ന്യായപ്രമാണം എന്ന് ഗലാത്യലേഖനം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വാഗ്ദത്തം ലഭിച്ച സന്തതി വന്നു, ക്രിസ്തു വന്നു. ഇനി ക്രിസ്തു വന്നു കഴിയുമ്പോൾ ഇനി അടുത്തത് സംഭവിക്കേണ്ടത് ഈ വാഗ്ദത്തത്തിൻ്റെ നിറവേറലാണ്. ഈ ദേശം ശാശ്വത അവകാശമായിട്ട് കിട്ടണം. അത് ഈ ദേശം, ഈ വാഗ്ദത്തത്തിൻ്റെ നിറവേറൽ സംഭവിക്കാൻ പോകുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലാണ്. അക്ഷരീകമായിരിക്കുന്ന 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഭരണം എന്തിനെന്ന് ചോദിച്ചാൽ അബ്രഹാമിനോട് ചെയ്ത ഈ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിക്കായിട്ടാണ്. അപ്പോൾ ഈ നിറവേറൽ സംഭവിക്കാൻ പോകുന്നത് സഹസ്രാബ്ദ വാഴ്ച കാലത്താണ്. അപ്പോൾ വാഗ്ദത്തം ലഭിച്ച സന്തതി വന്നു കഴിഞ്ഞപ്പോൾ, ക്രിസ്തു വന്നപ്പോൾ ഈ വാഗ്ദത്തം നിറവേറേണ്ടതാണ്. എന്നാൽ നമുക്കറിയാം, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള ആ അവകാശം, അധികാരം ദൈവം കൊടുക്കുന്നതായിട്ട് നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ വാഗ്ദത്തം ലഭിച്ച സന്തതി വന്നു കഴിയുമ്പോൾ നിറവേറൽ സംഭവിച്ചില്ല. കാരണം ക്രിസ്തുവിനെ മശിഹയായി അംഗീകരിക്കാതെ യഹൂദൻ തള്ളിക്കളഞ്ഞു. പിന്നെ ആ നിറവേറൽ സംഭവിക്കാൻ പോകുന്നത് സഹസ്രാബ്ദ വാഴ്ചക്കാലത്താണ്. അപ്പോൾ അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തിൻ്റെ സമ്പൂർണ്ണമായിരിക്കുന്ന നിവൃത്തി സഹസ്രാബ്ദ വാഴ്ചക്കാലത്താണ്. അതിനിടയിലുള്ള കാലമാണ് സഭാകാലം, ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നതായിരിക്കുന്ന ആ കാലം. അവിടെ മറ്റൊരു ഇടവേള. അപ്പോൾ അബ്രഹാം മുതൽ, വാഗ്ദത്തം മുതൽ ക്രിസ്തു വരെ, വാഗ്ദത്തം ലഭിച്ച സന്തതി വരെ ഒരു ന്യായപ്രമാണ കാലത്തെ നമ്മൾ കാണുന്നു. ഇനി വാഗ്ദത്തം ലഭിച്ച സന്തതി മുതൽ ഈ വാഗ്ദത്തത്തിൻ്റെ നിറവേറൽ വരെ സഭാകാലത്തെയും നമ്മൾ കാണുകയാണ്. ഈ വാഗ്ദത്തം ലഭിച്ച സന്തതിയുടെ 2 വരവുകൾക്കിടയിലുള്ള ചരിത്രമാണ് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സഭാകാലത്തിൻ്റെ കൃത്യമായ ചരിത്രമാണ് വെളിപ്പാട് ദിവസം 2-3 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. അതൊക്കെ നമ്മൾ പിന്നീട് വിശദമായിട്ട് പരിശോധിക്കും. അപ്പോൾ വാഗ്ദത്തം ലഭിച്ച സന്തതി, ഇവിടെ ഈ വാഗ്ദത്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി അല്പം വിശദമായിട്ട് ചിന്തിക്കുവാൻ ആവശ്യമുള്ളത്. ദൈവം നൽകിയതായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം അടക്കമുള്ള വാഗ്ദത്തങ്ങളും ആ വാഗ്ദത്തങ്ങളുടെ യുഗാന്ത്യ നിവൃത്തിയും അതെങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾ അല്പം വിശദമായിട്ട് മനസ്സിലാക്കുവാൻ ആവശ്യമുണ്ട്. ഇനിയുള്ള ചില ക്ലാസ്സുകൾ ഈ വാഗ്ദത്ത ഉടമ്പടികളും അതിൻ്റെ യുഗാന്ത്യ നിവൃത്തിയും എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ പ്രവചന വിഷയങ്ങൾ ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ, അടിസ്ഥാനപരമായൊരു അറിവ് നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വാഗ്ദത്ത ഉടമ്പടികളും അല്ലെങ്കിൽ പ്രാവചനിക ഉടമ്പടികളും അതിൻ്റെ യുഗാന്ത്യ നിവൃത്തിയും എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ യുഗാന്ത്യ പദ്ധതികളെ അല്ലെങ്കിൽ അന്ത്യകാല സംഭവങ്ങളെ കൃത്യമായിട്ട് ഗ്രഹിക്കണമെങ്കിൽ ദൈവം ഇസ്രായേൽ ജാതിയോട് ചെയ്തിട്ടുള്ള 4 പ്രാവചനിക ഉടമ്പടികളെക്കുറിച്ച് നമ്മൾ ശരിയായി മനസ്സിലാക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. ദൈവം ഇസ്രായേൽ ജാതിയോട് 4 പ്രാവചനിക ഉടമ്പടികളാണ് ചെയ്തിട്ടുള്ളത്. അത് യഥാക്രമം അബ്രഹാമ്യ ഉടമ്പടി, പാലസ്തീനിയൻ ഉടമ്പടി, ദാവീദിക ഉടമ്പടി, പുതിയ ഉടമ്പടി. ഇത് 4ഉം ദൈവം ഇസ്രായേൽ ജാതിയോട് ചെയ്ത ഉടമ്പടികളാണ്. അത് വളരെ വ്യക്തമായിട്ട് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. ഈ വാഗ്ദത്ത ഉടമ്പടികളും അതിൻ്റെ യുഗാന്ത്യ നിവൃത്തിയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഭാവികാല സംഭവങ്ങളുടെ കൃത്യമായിരിക്കുന്ന, യഥാർത്ഥമായിരിക്കുന്ന ക്രമം, ക്രമീകൃതമായ ഒരു അറിവ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ വാഗ്ദത്ത ഉടമ്പടികളെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ മാത്രം ഇന്ന് പറഞ്ഞിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തുടർന്ന് ഓരോ ഉടമ്പടികളെക്കുറിച്ചും, ഓരോ വാഗ്ദത്ത ഉടമ്പടികളെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പഠിക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ 4 പ്രാവചനിക ഉടമ്പടികൾ: അബ്രഹാമി ഉടമ്പടി, പാലസ്തീനിയൻ ഉടമ്പടി, ദാവീദിക ഉടമ്പടി, പുതിയ ഉടമ്പടി. ഈ 4 ഉടമ്പടികളുടെയും അടിസ്ഥാനപരമായിരിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത് ഇത് 4ഉം
അൺകണ്ടീഷണൽ ആണ്. നിരുപാധികമായിട്ട് യാതൊരു വ്യവസ്ഥകളും വയ്ക്കാതെ, യാതൊരു ഉപാധികളും വയ്ക്കാതെ ദൈവം തൻ്റെ മാറ്റമില്ലായ്മയിൽ, തൻ്റെ പരമാധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യും, ഞാൻ പ്രവർത്തിക്കുമെന്ന് ദൈവം പ്രഖ്യാപിച്ചതായിരിക്കുന്ന ഉടമ്പടികളാണ് ഇത് നാലും. അപ്പോൾ ഈ നാല് ഉടമ്പടികളിൽ നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദത്തങ്ങളുടെ നിവൃത്തിക്കായിട്ട്, ആ വാഗ്ദത്തങ്ങൾ നിവൃത്തിയാക്കപ്പെടുന്നതിന് യാതൊരു വിധത്തിലുള്ള ഉപാധികളും വ്യവസ്ഥകളും ദൈവം വെച്ചിട്ടില്ല. അത് ഈ നാല് ഉടമ്പടികളുടെയും അടിസ്ഥാന സ്വഭാവമാണ്. എന്നാൽ സ്വാഭാവിക ഉടമ്പടികളും ദൈവം ചെയ്തിട്ടുണ്ട്. ഉദാഹരണമാണ് അൺകണ്ടീഷണലായിട്ട് ദൈവം ചെയ്തൊരു കണ്ടീഷണലായിട്ട് ദൈവം ചെയ്ത, വ്യവസ്ഥാപിതമായിട്ട് ദൈവം ചെയ്തൊരു ഉടമ്പടിയാണ് ന്യായപ്രമാണ ഉടമ്പടി, മോശയിക ഉടമ്പടി. നിങ്ങൾ ചെയ്യുമെങ്കിൽ എന്ന വ്യവസ്ഥ പ്രകാരം നമുക്കതിന് ഒരു വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ സ്വാഭാവിക ഉടമ്പടി അല്ലെങ്കിൽ കണ്ടീഷണൽ ആയിട്ടുള്ള ഉടമ്പടിയുടെ സ്വഭാവം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കും. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായി ഇരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ വായിച്ചാൽ നമുക്കറിയാം ഇത് ഉപാധികളോട് കൂടിയ ഒരു ഉടമ്പടിയാണ്. ന്യായപ്രമാണ ഉടമ്പടി, മോശയിക ഉടമ്പടി, മോശയിലൂടെ ദൈവം ചെയ്ത ഉടമ്പടി എന്ന് പറയുന്നത് അത് ഉപാധികളോട് കൂടിയതായിരുന്നു. ഇവിടെ നമ്മൾ വായിച്ചാൽ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ എന്നൊരു ക്ലോസ്, അങ്ങനൊരു വ്യവസ്ഥ, അങ്ങനൊരു ഉടമ്പടി, അങ്ങനൊരു ഒരു ഉപാധി നമുക്ക് ആ ഉടമ്പടിയിൽ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ മോശയിക ഉടമ്പടി അതൊരിക്കലും പ്രാവചനികമല്ല, അത് ജുഡീഷ്യലാണ്. നോട്ട് പ്രോഫിറ്റിക്കൽ, ഇറ്റ്സ് ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ നിയമപരമാണ്. അതൊരിക്കലും പ്രാവചനിക സ്വഭാവം ഉള്ളതല്ല. എന്നാൽ ഈ 4 ഉടമ്പടികൾ, അബ്രഹാമി ഉടമ്പടികളും അതുപോലെ തന്നെ പലസ്തീനി ഉടമ്പടിയും ദാവീദിക ഉടമ്പടിയും പുതിയ ഉടമ്പടിയും ഇതെല്ലാം നിരുപാധിക സ്വഭാവം ഉള്ളതാണ്. ഇത് അൺകണ്ടീഷണലാണ്, യാതൊരു ഉപാധികളും വയ്ക്കാതെ ദൈവം ചെയ്തതായിരിക്കുന്ന ഉടമ്പടികളാണ്. അപ്പോൾ അതിന് ഒരു ഉദാഹരണം അല്ലെങ്കിൽ അതൊന്ന് വ്യക്തമാക്കാനായിട്ട്, ഇതിൻ്റെ നിരുപാധിക സ്വഭാവത്തെ ഒന്ന് വ്യക്തമാക്കുവാനായിട്ട് ഞാനൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അബ്രഹാമി ഉടമ്പടിയെ തന്നെ നമുക്കൊരു ഉദാഹരണമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 12-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമമാണ്. ഈ നിയമം പിന്നീട് വിപുലീകരിക്കുകയും ദൃഢീകരിക്കുകയും ചെയ്യുന്ന ധാരാളം ഭാഗങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് പരിശോധിക്കാം. ഇവിടെ ഈ വായിച്ച വേദഭാഗം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടിയിൽ, ദൈവം അബ്രഹാമിനോട് ചെയ്ത ഈ ഉടമ്പടിയിൽ, ഈ നിരുപാധിക ഉടമ്പടിയിൽ വ്യക്തിപരവും ദേശീയവും സാർവത്രികവുമായിട്ടുള്ള വാഗ്ദത്തങ്ങൾ, ഈ ഉടമ്പടിയിൽ വ്യക്തിപരമായ വാഗ്ദത്തങ്ങളുണ്ട്, ദേശീയമായിരിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ട്, സാർവത്രികമായ വാഗ്ദത്തങ്ങളും അടങ്ങിയിട്ടുണ്ട്. അത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. അത് 3 വേർതിരിച്ച്, അപ്പോൾ ഈ 3 വിധത്തിലുള്ള വാഗ്ദത്തങ്ങൾ, 3 വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ ഈ ഉടമ്പടിയിലുണ്ട്, ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയിലുണ്ട് എന്ന് പറയുമ്പോൾ, ഒന്നാമതായിട്ട് 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഇത് ദേശീയമായിരിക്കുന്ന അനുഗ്രഹമാണ്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 2, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും. തികച്ചും പേഴ്സണലാണ്, വ്യക്തിപരമാണ്. 3, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യൂണിവേഴ്സൽ, സാർവത്രികമായിരിക്കുന്ന ഒരു അനുഗ്രഹത്തെ
കാണാം. അപ്പോൾ ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുമ്പോൾ ആ ഉടമ്പടിയിൽ നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ, ആ ഉടമ്പടിയിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 3 വിധത്തിലുള്ള 3 തലത്തിലുള്ള വാഗ്ദത്തങ്ങളിൽ 3 തലത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, അത് ദേശീയമായിരിക്കുന്ന അനുഗ്രഹം. 2, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, അത് വ്യക്തിപരമായിരിക്കുന്ന ഒരു അനുഗ്രഹം. 3, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, അത് സാർവത്രികമായിട്ടുള്ളതായിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്, വാഗ്ദത്തങ്ങളാണ്. ഈ ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങളെ ദൈവം നിവർത്തിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ഉപാധികളും ദൈവം വച്ചിട്ടില്ല. ഈ ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങളെ ദൈവം നിവർത്തിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ഉപാധികളും വ്യവസ്ഥകളും ദൈവം വെച്ചിട്ടില്ല. അബ്രഹാമിൻ്റെയോ അവൻ്റെ സന്തതി പരമ്പരകളുടെയോ തുടർന്നുള്ള അനുസരണം അതൊരു വ്യവസ്ഥയായിട്ട്, അതൊരു ഉപാധിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ ചെയ്യും എന്ന ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ മാത്രം അധിഷ്ഠിതമാണ് ഈ അബ്രഹാമ്യ ഉടമ്പടി. ഈ അനുഗ്രഹങ്ങളിൽ, ഈ 3 അനുഗ്രഹങ്ങളിൽ, ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കുമെന്ന ദേശീയ അനുഗ്രഹം, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കുമെന്ന വ്യക്തിപരമായ അനുഗ്രഹം, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന സാർവത്രികമായിരിക്കുന്ന അനുഗ്രഹം, ഈ 3 അനുഗ്രഹങ്ങളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ, അതിൽ ദേശീയ വാഗ്ദത്തം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഈ വാഗ്ദത്തത്തിൽ നിന്നാണ് തുടർന്നുള്ള പാലസ്തീനിയൻ ഉടമ്പടിയും ദാവീദിക ഉടമ്പടിയും പുതിയ ഉടമ്പടിയും രൂപം കൊണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം, അത് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വളരെ നിർണായകമായിരിക്കുന്നൊരു വിഷയമാണ്, ഒരു ഭാഗമാണ്. ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു, ദൈവം അബ്രഹാമിനോട് നിയമം ചെയ്തു. ഈ ഉടമ്പടിയിൽ, ഈ അബ്രഹാമി ഉടമ്പടിയിൽ, ആ നിയമത്തിൽ 3 വ്യത്യസ്ത അനുഗ്രഹങ്ങൾ, 3 വിധത്തിലുള്ള അനുഗ്രഹങ്ങളുണ്ട്. അതിൽ സാർവത്രിക അനുഗ്രഹമുണ്ട്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് ഒരു സാർവത്രികമായ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കുമെന്നുള്ളത് അത് വ്യക്തിപരമായിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. 3, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, അതൊരു നാഷണൽ ബ്ലെസ്സിങ് ആണ്, ഒരു ദേശീയ അനുഗ്രഹമാണ്. ഈ ദേശീയ വാഗ്ദത്തത്തിൽ നിന്നാണ് പാലസ്തീനിയൻ ഉടമ്പടിയും ദാവീദിക ഉടമ്പടിയും പുതിയ ഉടമ്പടിയും രൂപം കൊണ്ടത്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന ദേശീയ വാഗ്ദത്തത്തിൻ്റെ വിപുലീകരണവും സ്ഥിരീകരണവുമാണ് മറ്റു 3 ഉടമ്പടികളും. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന ദേശീയ വാഗ്ദത്തത്തിൻ്റെ ആ ഉടമ്പടിയുടെ വിപുലീകരണം, അതിൻ്റെ ദൃഢീകരണം, അതിൻ്റെ സ്ഥിരീകരണമാണ് മറ്റു 3 ഉടമ്പടികളിലൂടെ, പാലസ്തീൻ ഉടമ്പടിയിലൂടെയും ദാവീദിക ഉടമ്പടിയിലൂടെയും പുതിയ ഉടമ്പടിയിലൂടെയും നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ 4 ഉടമ്പടികളെക്കുറിച്ചും വിശദമായിട്ട് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് പഠിക്കാൻ ആവശ്യമുണ്ട്. അതിൻ്റെ യുഗാന്ത്യ നിവൃത്തി, അതെങ്ങനെയാണ് യുഗത്തിൻ്റെ അന്ത്യത്തിൽ നിവൃത്തിയാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാൻ വളരെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ വാഗ്ദത്തം നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന ദേശീയ വാഗ്ദത്തം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഈ വാഗ്ദത്തത്തിലെ വലിയ ജാതിക്ക് ഒരു ദേശം ആവശ്യമാണ്. ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് പറയുമ്പോൾ ആ വലിയ ജാതിക്ക്, ആ വാഗ്ദത്തത്തിലെ വലിയ ജാതിക്ക് സ്വന്തമായിട്ടൊരു ദേശം ആവശ്യമാണ്, സ്വന്തമായൊരു പ്രദേശം ആവശ്യമാണ്. ആ വാഗ്ദത്തമാണ് പാലസ്തീനിയൻ ഉടമ്പടിയിലൂടെ ഉറപ്പിച്ചത്. ആ വാഗ്ദത്തമാണ് പാലസ്തീനിയൻ ഉടമ്പടിയിലൂടെ ഉറപ്പിച്ചത്. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അത് വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വലിയ ജാതിക്ക് ഒരു ദേശം മാത്രമല്ല, ഈ വാഗ്ദത്തത്തിലെ വലിയ ജാതിക്ക് സ്വന്തമായിട്ട് ഒരു രാജാവിനെ ആവശ്യമാണ്, ഒരു രാജാവിനെ ആവശ്യമാണ്. ആ രാജത്വമാണ് ദാവീദിക ഉടമ്പടിയിൽ ദൈവം ഉറപ്പിക്കുന്നത്. അപ്പോൾ ദൈവം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, അബ്രഹാമിനോട് നിയമം ചെയ്തപ്പോൾ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന ഒരു ദേശീയ അനുഗ്രഹം നൽകി. ദൈവം സാർവത്രികവും വ്യക്തിപരവും ദേശീയവുമായ അനുഗ്രഹം നൽകി. അതിൽ ദേശീയ അനുഗ്രഹമാണ് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ആ വലിയ ജാതിക്ക് സ്വന്തമായിട്ടൊരു ദേശം ആവശ്യമാണ്. ആ ദേശമാണ് പാലസ്തീനിയൻ ഉടമ്പടിയിലൂടെ ദൈവം ഒന്നുകൂടെ ദൃഢീകരിച്ചത്, വിപുലീകരിച്ചത്. ഇനി ആ ജാതിക്ക് സ്വന്തമായിട്ട് ഒരു രാജാവിനെ ആവശ്യമാണ്. ആ രാജത്വമാണ് ദാവീദിക ഉടമ്പടിയിലൂടെ ഉറപ്പിച്ചത്. ഇനി അടുത്ത അവസാനമായിട്ട് ഈ വാഗ്ദത്തത്തിലെ വലിയ ജാതിക്ക് പുതിയൊരു ഹൃദയവും
പുതിയൊരു ആത്മാവും ആവശ്യമാണ്, പുതിയൊരു ഹൃദയം ആവശ്യമാണ്, പുതിയൊരു ആത്മാവ് ആവശ്യമാണ്. അത് പുതിയ ഉടമ്പടിയിൽ ദൈവം ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഈ 4 പ്രാവചനിക ഉടമ്പടികളും അതിൻ്റെ യുഗാന്ത്യ നിവൃത്തിയും ബൈബിൾ വ്യാഖ്യാനത്തെ അല്ലെങ്കിൽ ബൈബിൾ പ്രവചനങ്ങളുടെ വ്യാഖ്യാനത്തെ അല്ലെങ്കിൽ ഭാവികാല സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ നിർണായകമായി നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഈ 4 ഉടമ്പടികളെയും നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ത്യകാല പഠനം അത് സ്ഥിരമായൊരു അടിസ്ഥാനത്തിലേക്ക് ഉറപ്പിച്ച് നിർത്താൻ പറ്റുക. ഇന്ന് നമുക്കറിയാം ഈ അമിലേനിയലിസം അല്ലെങ്കിൽ അക്ഷരികമായിരിക്കുന്ന ഒരു 1000 ആണ്ട് വാഴ്ചയുടെ നിഷേധം, സഹസ്രാബ്ദ വാഴ്ചയുടെ നിഷേധം, അതുപോലെ തന്നെ പോസ്റ്റ് മിലേനിയലിസം, ഒരു സുവർണ യുഗത്തിന് ശേഷം, സുവർണ കാലഘട്ടത്തിന് ശേഷമാണ് ക്രിസ്തു മടങ്ങി വരുന്നത് എന്നുള്ളതായിരിക്കുന്ന ഉപദേശം. അതുപോലെ തന്നെ ഈ പ്രിട്ടറിസം എന്ന് പറയുന്ന ഉപദേശവും പോസ്റ്റ് ട്രിബുലേഷനിസം, ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ ഒരു നിലയിൽ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം ഉത്ഭവിക്കുവാനുള്ള കാരണം, ഇതെല്ലാം ഇങ്ങനെയുള്ള വ്യാഖ്യാന ഭേദങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണം ഈ വാഗ്ദത്ത ഉടമ്പടികളെ ശരിയായി മനസ്സിലാക്കുന്നതിൽ സംഭവിച്ചതായിരിക്കുന്ന പരാജയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓരോ ഉടമ്പടികളെക്കുറിച്ചും വിശദമായിട്ടുള്ള ഒരു പഠനം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു. ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുമ്പോൾ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് വാഗ്ദത്തം നൽകുന്നുണ്ട്, ഒരു അനുഗ്രഹം നൽകുന്നുണ്ട്. ആ വലിയ ജാതിക്ക് ഒരു പ്രദേശം, ഒരു ദേശം ആവശ്യമാണ്. അത് പാലസ്തീനിയൻ ഉടമ്പടിയിൽ ഉറപ്പിച്ചു. ആ വലിയ ജാതിക്ക് ഒരു രാജാവിനെ ആവശ്യമാണ്. അത് ദാവീദിക ഉടമ്പടിയിൽ ഉറപ്പിച്ചു. ആ വലിയ ജാതിക്ക്, ഈ വാഗ്ദത്തത്തിലെ വലിയ ജാതിക്ക് പുതിയൊരാത്മാവും പുതിയൊരു ഹൃദയവും ആവശ്യമാണ്. അത് പുതിയ ഉടമ്പടിയിൽ ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഈ 4 ഉടമ്പടികളും, അബ്രഹാമി ഉടമ്പടി, പാലസ്തീനിയൻ ഉടമ്പടി, ദാവീദിക ഉടമ്പടി, പുതിയ ഉടമ്പടി, ഈ 4 ഉടമ്പടികളും അതിൻ്റെ യുഗാന്ത്യ നിവൃത്തിയും നാം ശരിയായി മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭാവികാല പദ്ധതികളെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ നമ്മുടെ ആരംഭ ക്ലാസ്സുകളിൽ ഓർമ്മിപ്പിച്ചല്ലോ, നിങ്ങൾ ദേവന്മാരെന്ന് ഞാൻ അറിയേണ്ടതിന് മേലാൽ സംഭവിപ്പാനുള്ളത് പ്രസ്താവിക്കുക. ദൈവം ഈ ലോകത്തെ ഈ ലോകജാതികളുടെ മുന്നിൽ ഉയർത്തുന്ന, അല്ലെങ്കിൽ ദേവന്മാരെന്ന് അവകാശപ്പെടുന്നതിൻ്റെ മുന്നിൽ ഉയർത്തുന്ന വലിയൊരു ചോദ്യമാണ്, വലിയൊരു വെല്ലുവിളിയാണ്. നിങ്ങൾ ദേവന്മാരെന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം നമ്മൾ ബൈബിളിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, വിശേഷാൽ ഈ പ്രാവചനിക ഉടമ്പടികളെക്കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചാൽ ദൈവം ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ചരിത്രത്തെ നിയന്ത്രിക്കുന്ന, ചരിത്രം രചിക്കുന്ന, ചരിത്രാതീതനായ, കാലത്തിനതീതനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ മക്കളാകുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠകരമായിരിക്കുന്ന അനുഭവമാണ്. നമ്മുടെ പഠനം വരും ദിവസങ്ങളിൽ തുടരും. നിശ്ചയമായും ഈ പഠനം നമ്മുടെ എല്ലാം പ്രത്യാശയെ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.